പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങി കേന്ദ്രം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇന്ന് ഉച്ചയോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുകയാണ്. നീറ്റ് യുജി 2026 പേപ്പർ ലീക്ക് വിവാദത്തിലും പരീക്ഷാ ക്രമക്കേടുകളിലും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്ഥാനം ഒഴിഞ്ഞിരുന്നു. ഇത് വെറുമൊരു രാജിയല്ല, മാസങ്ങളായി ജന്തർ മന്ദറിൽ കിടന്നു പോരാടിയ യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ശക്തമായ സമ്മർദ്ദത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ തലകുനിച്ചു. സർക്കാർ ആദ്യം പറഞ്ഞത് രാജി ആവശ്യമില്ല, ഇത് സർക്കാരിന്റെ ബലഹീനതയെ കാണപ്പെടും. BJP നേതൃത്വവും അതേ നിലപാടിൽ ഉറച്ചു. എന്നാൽ CJP ഒരടി പോലും പിന്നോട്ടില്ല. പ്രധാൻ രാജിവെക്കാതെ സമരം അവസാനിപ്പിക്കില്ല. രാജ്യവ്യാപക പ്രതിഷേധം തുടരും. ഡൽഹിയെ സമരക്കാരെ കൊണ്ട് നിറയ്ക്കും. പാർലമെന്റ് മാർച്ച് പുനരാരംഭിക്കും. ഇതായിരുന്നു അവരുടെ വ്യക്തമായ പ്രഖ്യാപനം. നാളെ മെഴുകുതിരി മാർച്ച് 24 മണിക്കൂറിനുള്ളിൽ പാർലമെന്റ് മാർച്ച് ഈ ഭീഷണി കേന്ദ്രത്തെ കൂടുതൽ മുറിവേൽപ്പിച്ചു. ഒടുവിൽ പ്രധാൻ തന്നെ രാജി സമർപ്പിച്ചിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. നീറ്റ് ആത്മഹത്യകളിൽ മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം, സമരക്കാർക്കെതിരായ FIR പിൻവലിക്കൽ, പരീക്ഷാ സംവിധാനത്തിലെ സമഗ്ര പരിഷ്കരണം. ഇതായിരുന്നു CJPയുടെ ആവശ്യം. നിലവിൽ എന്താണ് CJP? ആരാണ് ഈ അഭിജിത്ത് ദീപ്കെ? എന്തിനായിരുന്നു ഇത്രയും വലിയൊരു പോരാട്ടം? കോക്രോച്ച് ജനതാ പാർട്ടി വെറുമൊരു സംഘടനയല്ല. 2026 മെയ് 16 ജനിച്ച ഒരു യുവത്വ വിപ്ലവമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത യുവാക്കളെ കോക്രോച്ചുകൾ, പരാന്നഭോജികൾ എന്ന് വിളിച്ചതിന് ശേഷമാണ് ഈ ഒരു പേര് ജനിച്ചത്. ആ പദം തിരിച്ചെടുത്ത് അഭിമാനത്തോടെ സ്വീകരിച്ച യുവാക്കൾ. സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ, 30 വയസ്സ്, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് സ്വദേശി, ദളിത്, മുൻ AAP സോഷ്യൽ മീഡിയ വോളണ്ടിയർ, ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷൻസ് ബിരുദാനന്തര വിദ്യാർത്ഥി, US-ൽ നിന്ന് മടങ്ങി വന്ന് ജന്തർ മന്ദറിൽ ഇറങ്ങി. വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ്, അതായത് അവരുടെ മുദ്രാവാക്യം. 20-ലധികം വിദ്യാർത്ഥി ആത്മഹത്യകൾ, ഇതെല്ലാം അവരുടെ ആവശ്യങ്ങളുടെ കേന്ദ്രമായി മാറി. അഭിജിത്ത് ദീപ്കെയും സ്പോക്ക് പേഴ്സൺമാരായ അശോദേക് രംഗ, സൗരവ് ദാസ് തുടങ്ങിയവരും വ്യക്തമായി പറഞ്ഞു, രാജിയില്ലെങ്കിൽ സമരം തുടരും. ഇനി മോദിയുടെ രാജി ആവശ്യപ്പെടും. ഇത് എന്ത് തെളിയിക്കുന്നു? ഒരു മന്ത്രിയുടെ രാജി മാത്രമല്ല, ജനകീയ പ്രക്ഷോഭത്തിന്റെ ശക്തി തെളിയിച്ച ഒരു സംഭവമാണ്. യുവാക്കൾ ഒരുമിച്ച് ഉയർന്നപ്പോൾ മാസങ്ങളായി നീണ്ടുനിന്ന ജന്തർ മന്ദർ സമരം, രാജ്യവ്യാപക ഭീഷണി, പോലീസ് നടപടികൾക്കും ടിയർ ഗ്യാസിനും മുന്നിൽ പോലും പിന്നോട്ടില്ലാത്ത നിലപാട്, ഇതെല്ലാം കേന്ദ്ര സർക്കാരിനെ വഴങ്ങാൻ നിർബന്ധിതരാക്കി. മോദി സർക്കാരിന്റെ കാലത്ത് പൊതുജന സമ്മർദ്ദത്തിന് മുന്നിൽ ആദ്യമായി ഒരു മന്ത്രി രാജിവെച്ചത് ഇതാണ്. പ്രതിപക്ഷം ഇതിനെ സർക്കാരിന്റെ വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി ചിത്രീകരിക്കുന്നു. ജനങ്ങളുടെ പ്രതിഷേധം അവഗണിക്കാനാകില്ലെന്ന് ഈ രാജി തെളിയിച്ചു. BJP വൃത്തങ്ങളിൽ ആശങ്കയുണ്ട്. പ്രതിച്ഛായയ്ക്ക് ക്ഷതം കൂടുതൽ ആവശ്യങ്ങൾക്ക് വഴി തുറക്കുമോ എന്നുള്ളതാണ്. എന്നാൽ CJP നേതാക്കൾ പറയുന്ന ഒരു കാര്യം, രാജി ഒരു തുടക്കം മാത്രമാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരും. ഇനി ഉറ്റുനോക്കുന്നത് പുതിയ വിദ്യാഭ്യാസ മന്ത്രി ആരാകും എന്നുള്ളതാണ്. സമരക്കാരുമായി കൂടുതൽ ചർച്ച ഉണ്ടാകുമോ? നഷ്ടപരിഹാരവും FIR പിൻവലിക്കലും നടപ്പാകുമോ? യുവാക്കളുടെ ഈ ശബ്ദം ഇനിയും തുടരുമോ? ഒരു കാര്യം വ്യക്തമാണ്, കോക്രോച്ചുകൾ എന്ന് വിളിച്ചവർ ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ മധ്യത്തിലാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒരു യുവത്വ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടവും. സർക്കാർ വഴങ്ങി, ജനം ജയിച്ചു. ഇനി അടുത്ത അധ്യായം എന്താണെന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അദ്ദേഹം X-ൽ കുറിച്ചത് ഇപ്രകാരമാണ്: ആദ്യ ദിവസം മുതൽ തന്നെ ഞാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. സാഹചര്യത്തിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടിയിട്ടില്ല. പരീക്ഷാ മാഫിയ കാരണം അർഹരായ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി തകരാൻ അനുവദിക്കില്ലെന്നും ഒരു വിദ്യാർത്ഥിയോടും അനീതി കാട്ടാൻ അനുവദിക്കില്ല എന്നുമായിരുന്നു എന്റെ ഉറച്ച തീരുമാനം. വിദ്യാർത്ഥികൾക്കായി എഴുതിയ കത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ജന്തർ മന്ദറിലും രാജ്യത്തുടനീളവും ഉടലെടുത്ത സാഹചര്യം ദേശവിരുദ്ധ ശക്തികൾ മുതലെടുക്കാതിരിക്കാനും ദേശീയ ഐക്യം നിലനിർത്താനും നിയമപരമായ സങ്കീർണതകളിൽ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി കുടുങ്ങിപ്പോകാതിരിക്കാനും നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിലും കരിയർ കെട്ടിപ്പടുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയണം.
ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ച് ഞാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് എന്റെ രാജിക്കത്ത് സമർപ്പിക്കുന്നു. 4 പതിറ്റാണ്ടിലേറെയായി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ പരിഷ്കരണത്തിനും വേണ്ടി ഞാൻ സമർപ്പിതനായി പ്രവർത്തിക്കുന്നു. ശാക്തീകരണപ്പെട്ടതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നതുമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ശക്തമായ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ശിലയെന്ന് എപ്പോഴും എന്റെ ഉറച്ച ബോധ്യമാണ്. രാജ്യത്തെ യുവാക്കളുടെ അഭിലാഷങ്ങളെയും വികാരങ്ങളെയും ന്യായമായ പ്രതീക്ഷകളെയും ഞാൻ ആഴത്തിൽ ബഹുമാനിക്കുന്നു. ഇന്ത്യയിലെ യുവതലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിന്റെ ധാർമ്മികമായ പ്രതിജ്ഞാബദ്ധതയാണ്. ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന് കീഴിൽ രാജ്യത്തെ സേവിക്കൽ അവസരം നൽകിയതിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നിരുന്നാലും 2026 മെയ് 3 നടന്ന നീറ്റ് യുജി പരീക്ഷയ്ക്കിടെ ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഇക്കാര്യം ഗൗരവമായി പരിഗണിച്ച് ഇന്ത്യ ഗവൺമെന്റ് അന്വേഷണം CBIയെ ഏൽപ്പിക്കുകയും പരീക്ഷ റദ്ദാക്കി പുതിയ തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അടുത്ത വർഷം മുതൽ ഈ പരീക്ഷ CBT രീതിയിൽ നടത്താനും തീരുമാനമെടുത്തിട്ടുണ്ട്.